വെൽക്കം ഡിയർ ലോ ആസ്പിരൻസ്. 2025 പ്രധാന ലോ എൻട്രൻസ് പരീക്ഷയായ ലീ കേരള ലോ കോളേജസിലേക്കുള്ള LLB എൻട്രൻസിൻ്റെ ഡേറ്റ് വന്നോ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞോ, എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ച പത്രത്തിലൊരു ന്യൂസ് വന്നായിരുന്നു. അതിൽ ക്ലീ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി മുന്നൊരുങ്ങേണ്ട ചില നിർദ്ദേശങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അത് നിങ്ങൾ വളരെ ക്ലിയറായിട്ട് ഞാൻ പറയുകയാണ്. നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അപ്പോൾ എപ്പോഴാണ് വരാൻ സാധ്യത? മുൻ വർഷങ്ങളിൽ എന്നായിരുന്നു ഈ പരീക്ഷ നടന്നത്? ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ക്ലീയുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ കേരളത്തിൽ നോക്കിക്കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ MG യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് മെയ് 20 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി. മെയ് 30-ാം തീയതി അതിൻ്റെ പരീക്ഷ നടക്കുന്നുമുണ്ട്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി മെയ് 30-ന് നടക്കുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ഈ വരുന്ന സാറ്റർഡേ സൺഡേ ആയിട്ട് നടക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ ക്ലീയുടെ ഒരു ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സാംസ് എല്ലാം ഷെഡ്യൂളായിട്ടുണ്ട്. ക്ലീയുടെ പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ചോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയോ? അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാനുള്ള സമയം എന്തായാലും ആയിട്ടുണ്ട്. കാരണം ഈ വർഷത്തെ നേരത്തെ പറഞ്ഞ ഒരു പത്രവാർത്ത വന്നായിരുന്നു. അതിൽ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടൊരു അറിയിപ്പാണ്. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട രേഖകൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംവരണ ആനുകൂല്യമുള്ളവർ, അതിനാവശ്യമായ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതേപോലെ SC/ST സംവരണം ആവശ്യമുള്ളവർ, അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഇപ്പോഴേ കരുതി വെക്കണം എന്ന് അതിൽ പറയാൻ കാരണം, മെയ് മാസത്തോടു കൂടി 2025 ക്ലീയുടെ അപേക്ഷാ പ്രോസസ്സ് തുടങ്ങും എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതിലത്രയേ പറഞ്ഞിട്ടുള്ളൂ. മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു എന്നോ, മെയ് മാസത്തിലാണ് പരീക്ഷ എന്നോ, അപേക്ഷിക്കാനെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ മെയ് മാസത്തിൽ ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിൽ നിന്നാണ്. നിലവിൽ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അങ്ങനെ ഓരോ കൊല്ലവും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ 3 ഇയർ ആണോ 5 ഇയർ ആണോ നോക്കുന്നത്? അതിനാവശ്യമായ രേഖകൾ എന്താണ്? ഈ പരീക്ഷയുടെ തീയതി എന്നായിരിക്കും? എന്നാണ് അപേക്ഷിക്കേണ്ടത്? എന്നായിരിക്കും അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്? ഇതിൻ്റെ എക്സാം ഡേറ്റ്, എക്സാം പാറ്റേൺ, ഇത്തരം വിശദ വിവരങ്ങളാണ് സാധാരണ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവുക. മൈ ഡിയർ ഫ്രണ്ട്സ്, ലോ എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഈ നോട്ടിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങളെല്ലാം അടങ്ങുന്ന വീഡിയോ ജോബ് സെക്യൂറിറ്റിയുടെ യൂട്യൂബിൽ പലപ്പോഴായി നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നോക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു വീഡിയോ റിലീസ് ചെയ്തിരുന്നു. നിങ്ങളൊരു ക്ലീ എൻട്രൻസിന് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരാൻ സാധ്യതയുള്ള രേഖകൾ ഏതൊക്കെ എന്നതിൽ പറയുന്നുണ്ട്. അതോ നോട്ടിഫിക്കേഷൻ വന്നാലേ അത് പക്കയാവുകയുള്ളൂ. പക്ഷേ നമ്മൾ ഇറക്കിയ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും നമുക്കൊരു സൂചന നൽകിയത്. കാരണം ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ വിൻഡോ കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വിചാരിച്ച പോലെ അവിടെ പോയ രേഖകൾ ലഭ്യമാക്കാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ സ്വാഭാവികമായിട്ടും ആകാംക്ഷയോടെ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സംഗതി, എങ്ങായിരിക്കാം ഈ പരീക്ഷ എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എങ്കിൽ പോലും കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിലവിലെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ മുൻ വർഷത്തേക്കാൾ നേരത്തെ നടക്കാനാണ് സാധ്യത. ഞാൻ വീണ്ടും പറയുന്നു, സാധ്യത മാത്രമാണ്. ഇതിൽ പല ഘടകങ്ങളും ഇൻവോൾവ് ആണ്. മുൻ വർഷത്തെ ബാച്ചൊക്കെ പാസ് ഔട്ട് ആയതിന് ശേഷമാണ് ഫസ്റ്റ് ഇയർ ബാച്ചിനെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുക. പക്ഷേ വല്ലാതെ നീണ്ടുപോകേണ്ട കാര്യമില്ല, നീണ്ടുപോകാൻ സാധ്യതയില്ല. അക്കാഡമിക് കലണ്ടർ വൈസ് ജൂലൈയിലാണ് 4 ലോ കോളേജുകളും ബാച്ചുകൾ സ്റ്റാർട്ടാവുന്നത്. ഇപ്പോൾ ക്ലാറ്റിൻ്റെയൊക്കെ ഇൻടേക്ക് കഴിഞ്ഞിട്ട് ജൂലൈ 1-ാം തീയതി അവർ ക്ലാസ് തുടങ്ങും. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും പലപ്പോഴും ജൂലൈ 1-ാം തീയതി തന്നെ ക്ലാസ് തുടങ്ങാറുണ്ട്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് വീക്കിനുള്ളിൽ ക്ലാസ് തുടങ്ങാറുണ്ട്.
അപ്പോൾ അതിനോട് അലൈൻഡ് ആയിട്ട് കുട്ടികൾക്ക് വർഷം നഷ്ടപ്പെടാതിരിക്കാനാണ് കേരളത്തിലെ പ്രമുഖമായ 4 ലോ കോളേജുകളും ആ അഡ്മിഷൻ പ്രോസസ്സ് വല്ലാതെ വൈകാതെ നേരത്തെയാക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. നമ്മൾക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കൃത്യം ധാരണ അറിയാൻ ഏറ്റവും നല്ലത് എന്താണ്? കഴിഞ്ഞ 2-3 വർഷത്തെ പരീക്ഷാ തീയതികൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അപ്പോൾ അതിൽ എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് പോയത്? അപ്പോഴും ഞാൻ പറയുന്നു, കഴിഞ്ഞ വർഷം ഇങ്ങനെ ആയതുകൊണ്ട് ഈ വർഷം അങ്ങനെയാണ്, ആ മാസത്തിലേ നടക്കൂ എന്നുള്ള സൂചന പാടില്ല. അങ്ങനെ നിങ്ങൾ ദയവേത് തെറ്റിദ്ധരിക്കരുത്. കാരണം കഴിഞ്ഞ 3 വർഷത്തെ ഡേറ്റുകൾ നമ്മൾ നോക്കിയാൽ 2022 ഓക്കെ, ജസ്റ്റ് 3 ഇയേഴ്സ് ബിഫോർ ജൂലൈ 27-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ ഇക്കൊല്ലം നമുക്ക് കിട്ടിയ സൂചന മെയ്യിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. 2022 ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വരികയും പരീക്ഷ നടന്നത് ഓഗസ്റ്റ് 27-നാണ്. പക്ഷെ 3 ഇയർ ആ വർഷം വല്ലാതെ വൈകിപ്പോയി. 3 ഇയർ ആ വർഷം നടന്നത് സെപ്റ്റംബർ 25-നാണ്. അപ്പോൾ 2022 2 പരീക്ഷകളും താരതമ്യേന വളരെ വൈകിയാണ് നടന്നത്. അപ്പോൾ ഓഗസ്റ്റിലേക്ക് പോകാൻ 22-ൻ്റെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാലോ. അത് അക്കാഡമിക് സൈക്കിളൊക്കെ കോവിഡിന് ശേഷം തിരിച്ചു വരാൻ വൈകിയത് കൊണ്ടാണ് അത്ര വൈകിയിട്ടുണ്ടാവുക. 2023 ജൂലൈ 12-ന് തന്നെ അപ്പോഴും കണ്ടില്ലേ, ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. പരീക്ഷ നടന്നത് ഓഗസ്റ്റ് 13-നാണ്. 5 ഇയറിൻ്റെ എക്സാം ഓഗസ്റ്റ് 13-ന് നടന്നു. ആ വർഷം 3 ഇയറിൻ്റെ എക്സാം ഒരാഴ്ച മുന്നേ നടന്നു, ഓഗസ്റ്റ് 6-ാം തീയതി നടന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു പാറ്റേൺ എന്താ വെച്ചാൽ, ജൂലൈ 12-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്ന ഓഗസ്റ്റ് 13-ാം തീയതിയിലേക്ക് ഒരു മാസമാണ് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നത്. 2024 ജൂലൈ 26-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ താരതമ്യേന വീണ്ടും കുറച്ച് വൈകി. ജൂലൈ 26-ന് നോട്ടിഫിക്കേഷൻ വന്ന് ഓഗസ്റ്റ് 18-നാണ് 2 പരീക്ഷയും നടന്നത്. 5 ഇയറും 3 ഇയറും നടന്നത് ഓഗസ്റ്റ് 18-നാണ്. അപ്പം നമ്മൾ ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഡോണ്ട് ഗെറ്റ് ദാറ്റ് ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൺ ഇൻ ഓഗസ്റ്റ് ഓൺലി. നോക്കണം, നിങ്ങൾ 3 വർഷവും നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈയിലും ഒരു മാസത്തിനുള്ളിൽ ഓഗസ്റ്റിലും നടന്നു. അപ്പോൾ ഇക്കൊല്ലം നമുക്ക് കിട്ടിയൊരു സൂചന വെച്ചിട്ട് മെയ്യിലേക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സുകൾ പ്രതീക്ഷിക്കാം. ആ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ മാക്സിമം നമ്മൾക്കൊരു 30 ഡേയ്സിൻ്റെ വിൻഡോ ആണ് പരീക്ഷയിലേക്ക് ലഭിക്കുക. അനുമാനിക്കാവുന്നത്, കുട്ടികൾക്ക് തയ്യാറെടുക്കുന്നതിനൊരു ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ജൂണിലേക്കായിരിക്കണം നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, പരീക്ഷ എപ്പോഴും നടന്നോട്ടെ മൈ ഡിയർ ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ലോ എവിഡൻസ് ടീം ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പരമാവധി ഇതെല്ലാം മുൻകൂട്ടി അറിയാൻ, അതായത് ഈ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോഴേ നമ്മൾ അറിയുള്ളൂ മെയിൽ വരാൻ പോകുന്നുണ്ട്. അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ പരീക്ഷ സമയത്തിന് നടക്കുക എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിലേക്ക് പോകാതിരിക്കാനൊരു സാധ്യതയുണ്ട്. ഈ സാധ്യതയിൽ നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വരുന്ന മെയ് 12-ാം തീയതി ജോബ് സെക്യൂർ നമ്മളുടെ പുതിയ ക്രാഷ് ബാച്ചിലേക്കുള്ള, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുള്ള ക്രാഷ് ബാച്ചിലേക്ക് കുട്ടികളെ വീണ്ടും എടുക്കുന്നുണ്ട്. കാരണം ഇനി നിങ്ങൾ വൈകിക്കൂടാ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ഇതിൻ്റെ ഒരു പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കിയവർ, ജോബ് സെക്യൂർഡ് റിസോഴ്സസ് പലരും നമുക്ക് കമൻ്റ് ഇടാറുണ്ട്, നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഗൈഡ് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കുന്നവരാണ്. അവരോടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്കിപ്പോൾ 2 പരീക്ഷ ഈ മെയ്യിൽ നടക്കുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും MGയും ഈ മെയ്യിൽ തന്നെ നടക്കുന്നു. MG കഴിഞ്ഞ കൊല്ലം വളരെ വൈകിയാണ്, ഏകദേശം ഒരു വർഷം ഡിലേ ആയി. അവർ അക്കാഡമിക് സൈക്കിൾ പകുതിയിലേക്ക് കയറിയിട്ടാണ് പരീക്ഷ നടന്നത്. ഈ കൊല്ലം മെയ് 30-ന് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മുന്നിൽ കാണുന്ന ഒരു അന്തരീക്ഷം എന്താണ്? നമ്മൾ അങ്ങനെ തീയതി വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ളതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണം. നമുക്ക് ക്രാഷിൻ്റെ ദിവസങ്ങൾ ഉള്ളത് പരമാവധി ഭംഗിയായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന ക്രാഷ് ബാച്ചിലേക്ക് മികച്ച റിസൾട്ടുകൾ നേടാൻ നിങ്ങൾക്ക് കൃത്യമായ അപ്രോപ്രിയേറ്റ് കോച്ചിങ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ജോബ് സെക്യൂർ ലോ എവിഡൻസ് ടീം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും അതിലെ ബെൽ ബട്ടൺ അമർത്തിയവർക്കും കൃത്യമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നാൽ കൃത്യമായി അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യും. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, വേണ്ട രേഖകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മളിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായി സുഹൃത്തുക്കളെ. അപ്പോൾ നല്ല ലോ കോളേജുകളിലേക്ക് കയറുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് കൃത്യമായ അപ്രോപ്രിയേറ്റ് ആയ കോച്ചിങ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ജോബ് സെക്യൂറെ സമീപിക്കാം.
മറ്റ് റിസോഴ്സുകൾക്കും ജോബ് സെക്യൂറെ സമീപിക്കാം. കൃത്യമായ തയ്യാറെടുപ്പുകൾ എടുക്കുക. അതിലൂടെ തന്നെ മികച്ച റാങ്കിലൂടെ മികച്ച ലോ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.